ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളുടെ സതോഷി കോറിൽ പുതിയ എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഇന്നലെ ഈവനിങ് 3 മണി 3:30 കൂടിയാണ് എയർ ഡ്രോപ്പ് ആക്ടിവേഷൻ ആയത്. അപ്പം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഫ്രീ എയർ ഡ്രോപ്പാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ റെഫറൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൽ കയറുക. അതിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ഒരു വെരിഫിക്കേഷൻ ചെയ്യാൻ പറയും. നമ്മളുടെ ഫേസ് വെരിഫിക്കേഷനാണ്. ഇതിന് മുമ്പുള്ള എയർ ഡ്രോപ്പുകളിൽ പങ്കെടുത്ത ആളുകൾക്ക് അറിയാം. അപ്പം ഈ പുതിയ യൂസേഴ്സ് ആണെങ്കിൽ ഈ വെരിഫിക്കേഷനൊക്കെ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഒരുപാട് പ്രൊജക്റ്റ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഇതിൽ വന്ന പ്രൊജക്റ്റുകളാണ്. ഇതിൽ കോറാണ് ആദ്യം വന്നത്. കോറ് എനിക്ക് മിസ്സായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇതൊരു ടെസ്റ്റായിരുന്നു. ടെസ്റ്റ് കോയിൻ എ, ഇതൊക്കെ ടെസ്റ്റാണ്. ഇതാണ് OEXൻ്റെ ഡ്രോപ്പ്. OEXൻ്റെ ഡ്രോപ്പ് ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അതിൻ്റെ വിഡ്രോവലും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ ഇതാ BWB കോയിൻ, അതും അതുപോലെ തന്നെ എയർ ഡ്രോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ വിഡ്രോവലും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ OG കോയിനൊക്കെ വെറും 5 ലക്ഷം കോയിനേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് തന്നെ എയർ ഡ്രോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് വന്നിട്ടുള്ള കോളൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള എയർ ഡ്രോപ്പ് ആയിരുന്നു. അപ്പം ഇത് 5 ലക്ഷം കോയിനുള്ള 1 മാസം 1.5 മാസം എങ്ങാണ്ട് ഉള്ളായിരുന്നു. അതും കഴിഞ്ഞു. ഇപ്പോൾ പുതിയ വന്നത് ഇതാണ് കേട്ടോ. കോർ CTO എന്ന് പറഞ്ഞിട്ടുള്ള എയർ ഡ്രോപ്പാണ് വന്നിട്ടുള്ളത്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ വെരിഫിക്കേഷൻ നടത്തുക. നമ്മളുടെ ഫേസ് വെച്ചിട്ട് വെരിഫിക്കേഷൻ നടത്തുക. അവർ പൊസിഷൻ യുവർ ഫേസ് ഓൺ ദി ഫ്രെയിം എന്ന് പറയും. അപ്പം നമ്മൾ അവിടെ ഫ്രെയിമിൽ നമ്മളുടെ ഫേസ് നല്ലപോലെ ഫിക്സ് ചെയ്തിട്ട് നമ്മളോട് അവർ ഓപ്പൺ യുവർ മൗത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഹെഡ് അപ്പ് ചെയ്യാൻ പറയും, ഡൗൺ ചെയ്യാൻ പറയും, ലെഫ്റ്റിലേക്ക് തിരിയാൻ പറയും, റൈറ്റിലേക്ക് തിരിയാൻ പറയും. ഇത് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് നോക്കേണ്ടത് നമ്മളുടെ ആ ഒരു ഫേസ് ആ ഒരു റൗണ്ടിൽ, പൊസിഷൻ യുവർ ഫേസ് ഓൺ ദി ഫ്രെയിം, ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഫേസ് കറക്റ്റ് ആയിരിക്കണം. എന്നിട്ടേ നമുക്ക് റൈറ്റിലും ലെഫ്റ്റിലും ഒക്കെ തിരിഞ്ഞിട്ട് കാര്യമുള്ളൂ. അങ്ങനെ നടക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും അവർ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ട് നിൽക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ? ഈ പ്രൊജക്റ്റ് എന്നുള്ള സെക്ഷനിൽ വരും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ CTO എന്ന് പറഞ്ഞൊരു സംഭവം വന്ന് കിടക്കുന്നുണ്ടാവും. പക്ഷേ അതിൽ നിങ്ങൾ ഈ താഴെയുള്ള ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ കണ്ടില്ലേ എക്സിറ്റ് എയർ ഡ്രോപ്പ് എന്നുള്ളത്, അവിടെ നിങ്ങളത് പാർട്ടിസിപ്പേറ്റ് എയർ ഡ്രോപ്പ് എന്നാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ കയറിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടും. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ആയി എയർ ഡ്രോപ്പിലേക്ക്. പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് വെച്ചാൽ, പിന്നെ അവർ ടൈം പറയുന്നുണ്ട്. ഇനി എയർ ഡ്രോപ്പ് ടൈം എന്ന് പറഞ്ഞാൽ 18 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എയർ ഡ്രോപ്പ് വരും. അപ്പം നമ്മൾ ക്ലെയിം കണ്ടില്ലേ, ഇവിടെ ഒരു ക്ലെയിം വിസിബിളായിട്ട് കിടക്കുന്നില്ലേ, അതിൽ നമുക്ക് ഇത്ര കോയിൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിങ്ങനെ കാണിക്കും. അപ്പോൾ അത് ക്ലെയിം ചെയ്യുക. അത് ഓറഞ്ച് കളറിലാണ് വരിക. അത് നമ്മൾ ക്ലെയിം ചെയ്യുക. പിന്നെ ഹാഷ് കാർഡ് നമുക്ക് ഇടയ്ക്ക് വരും. അത് നമുക്ക് ടെലഗ്രാമിൻ്റെ അതിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ കയറിയിട്ട് ഹാഷ് കാർഡ് നമ്മൾ കളക്ട് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് മൈ ഹാഷ്, അതായത് നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം കിട്ടുന്ന കോയിൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നല്ല ഈ സതോഷിയിലൊക്കെ ഒരുപാട് എയർ ഡ്രോപ്പ് വന്നു പോയിട്ടുണ്ട്. എല്ലാവർക്കും പേയ്മെൻറ്റ് കിട്ടിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.